മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ദൈവം മനുഷ്യന് വേണ്ടി കണ്ട ഏറ്റവും നല്ല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കുടുംബം. വിശുദ്ധ അഗസ്റ്റിൻ കുടുംബത്തെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബം ഭൂമിയിലെ സ്വർഗത്തിൻ്റെ ആദ്യ രൂപമാണ്. എന്നാൽ ഇന്ന് നമുക്കിടയിൽ നിന്ന് സ്നേഹവും പ്രാർത്ഥനയും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളൊരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള പോൾസണും കുടുംബവും. ഈശോയോടൊപ്പമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് കേൾക്കാം. നഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹായ് പോൾസ. ചേച്ചി, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. വാ ചേച്ചി, വാ കയറിയിരിക്കേ. ചേച്ചി, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു പോൾസ. എന്ത് പറയുന്നു മറീനയും പിള്ളേരൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പിള്ളേരൊക്കെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ പിള്ളേരും ഒക്കെ എന്നാ പറയുന്നു? എല്ലാവരും ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. പോൾസ, നമുക്കറിയാം, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പള്ളിയിലായാലും നമ്മുടെ കൂട്ടായ്മയിലായാലും പോൾസൺ മക്കളെയും മെറീനയും ചേർത്തുകൊണ്ട് എപ്പോഴും വരാറുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു പുതുതലമുറയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും നമ്മൾ നേരിടാറുണ്ട്, പ്രത്യേകിച്ച് കുടുംബമായിട്ടും ആത്മീയ ജീവിതമായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ. എങ്ങനെയാണ് പോൾസൻ്റെ കുടുംബ ജീവിതവും ആത്മീയ ജീവിതവും എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ചേച്ചി, പണ്ട് ഞാനും ഒരു സാധാരണ ക്രൈസ്തവ ജീവിതമാണ് നയിച്ചത്. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കുടുംബ പ്രാർത്ഥനയെ പങ്കെടുക്കും. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു നമുക്കൊരു ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമാണെന്നും എനിക്കറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഈ സംസാരിക്കുന്ന ദൈവം അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നു? അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാവോ? അത് പോൾസന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാവോ? ചേച്ചി, ഞാൻ പഠനത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കിട്ടി. ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതായിട്ട് തോന്നിയത്: സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇതുവരെ എൻ്റെ നാമത്തിൽ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നത് എന്ത് നിനക്ക് ലഭിക്കും. പിന്നെ എനിക്ക് ആ പഠനത്തിൽ ആ തടസ്സം അത് എടുത്തു മാറ്റി. അതായത് വചനത്തിലൂടെ ദൈവം പോൾസിനോട് സംസാരിക്കുകയായിരുന്നു. അതിലപ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അത് അതെ 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 ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ജപമാല ശക്തി ഞാൻ അറിഞ്ഞത് എൻ്റെ 12ാം ക്ലാസ്സിൽ വെച്ച്. പരീക്ഷ ജയിക്കുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ ജപമാല ചൊല്ലും. അപ്പം ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ജപമാല ചൊല്ലും. അപ്പോൾ അമ്മച്ചി എന്നോട് പറയും, മോനെ, നിന്നെ ദൈവം ജയിപ്പിക്കൂടാ. പക്ഷെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ ആ +2 പരീക്ഷയ്ക്ക് അത്ഭുതമായിട്ട് പാസ്സാക്കി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജപമാലയോടുള്ള ഒരു ജപമാലയുടെ ശക്തി തിരിച്ചറിയുന്നത് ഞാൻ അങ്ങനെ അറിയുന്നത്. അതെ അതെ പിന്നെ ഞാൻ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് എൻ്റെ ഉള്ളിൽ വചനത്തിലൂടെയും എൻ്റെ ആത്മീയ സുഹൃത്തുക്കളിലൂടെയും എല്ലാം ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ യേശുവിൽ ശരണപ്പെടും. കർത്താവിലുള്ള പൂർണ്ണമായിട്ടുള്ള ശരണവും ആ വിശ്വാസവും അതാണ് ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ട് പോൾസനെ മുന്നോട്ട് നയിക്കുന്നത്. അതെ ചേച്ചി, അതെ ചേച്ചി. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു തമ്പുരാൻ പോൾസിന്റെ ജീവിതത്തിൽ ഇടപെട്ടത്? ചേച്ചി, പിന്നെ എനിക്ക് വചനം വായിക്കാനുള്ള കൃപ തന്നു. അപ്പം ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചോ എന്നിലുള്ള പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി വചനം എന്ന് പറയുന്നത് യേശുവാണെന്ന് മനസ്സിലായി. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോഴത്തേക്കും
എനിക്ക് മനസ്സിലായി ഞാനിത് വചനം വായിക്കുമ്പോൾ ഞാൻ യേശുവിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ യേശുവിനെയാണ് കേൾക്കുന്നത്. ചേച്ചി, ഞാൻ വചനം വായിക്കുമ്പോൾ എല്ലാം ഓർക്കണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് സ്ട്രൈക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തി വെക്കും. അപ്പം ഈ പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് എനിക്കത് ഓർമ്മപ്പെടുത്തി തരും. പഴയ നിയമകാലത്ത് തന്നെ ദൈവം മനുഷ്യരെ പരിശുദ്ധാത്മാവിനെ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടിട്ടുണ്ട് പല പ്രവാചകന്മാരും. അത് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ പോൾസ? ആ മെറീന വന്നല്ലോ, സുഖമായിട്ടിരിക്കുന്നു ദൈവകൃപയാൽ. മെറീന, ഞങ്ങൾ പോൾസിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആത്മീയത എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് മെറീനെ കൂടി കേട്ടാലാണല്ലോ അത് പൂർണ്ണമാകുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് മെറീന കുടുംബിനിയാണ്. അതുപോലെ തന്നെ ജോലിയുണ്ട്, ജോലിയുടെ ഭാരം, കുടുംബത്തിലെ ഒരു ബാധ്യതകൾ, പോൾസിൻ്റെ ഡ്യൂട്ടി, ഇതെല്ലാം കൂടെ കുഞ്ഞുമക്കളെ നോക്കണം. എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് മെറീന എപ്പോഴും ഒരു സൈലൻറ്റ് പ്രെയർ ആയിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇതെല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പം എങ്ങനെയാണ് മെറീന അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചേച്ചി, എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ ഈശോയോട് കൂടുതൽ എടുക്കുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയിലൂടെയാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ മമ്മി മരിച്ചുപോയി. അപ്പം അവിടെ ഒരു ഭയങ്കര എംറ്റി ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഗ്രാജുവലി ഞാൻ മാതാവിനെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടു. ഇപ്പം ഞാൻ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഓടി മാതാവിനേക്ക് പറയും, അമ്മേ എനിക്കത് സാധിച്ചു തരണേ, ഈശോയോട് പറഞ്ഞ് എനിക്കത് വാങ്ങിച്ചു തരണേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ അമ്മേ. ഇതാണ്. പിന്നെ എനിക്ക് ഒത്തിരി നേരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 40-45 മിനിറ്റ്സ് ടൈമിംഗ് ഉണ്ട്. അത്രയും ദൂരം യാത്ര ചെയ്യണമായിരിക്കും. ആ ടൈമിങ്ങിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത്. ആദ്യം ഞാനൊരു കാരണക്കൊന്ത ചെല്ലും, പിന്നെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും, പിന്നെ കൊന്ത ചെല്ലും. അല്ലെങ്കിൽ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മൾ എത്രമാത്രം പരിശുദ്ധ അമ്മയോട് നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുന്നു, അത്രയും നമ്മൾ മാതാവിനോട് അടുക്കുകയാണ്. അപ്പം അതാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ ഡ്യൂട്ടിയിലോട്ട് കയറുന്നത്. പോൾസ, നമുക്കറിയാം ഈ കുടുംബജീവിതവും ആത്മീയ ജീവിതങ്ങളുടെയും കൂട്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഒത്തിരി ജോലിയിൽ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടാകാം. ഈ ഭാരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ജീവിതയാത്രയിൽ ചില ഇരുട്ടുകൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നേരിപ്പെടാം. പക്ഷെ എങ്ങനെയാണ് ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പവർ എവിടെ നിന്നാണ് പോൾസിന് കിട്ടുന്നത്? ചേച്ചി, അത് തീർച്ചയായിട്ടും ഞാൻ യേശുവിൽ ആശ്രയിക്കുമ്പോഴാണ്. എനിക്ക് വിഷമതകളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും ദൈവികാരുണ്യ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ വചനം തന്ന് എന്നെ ആശ്വസിപ്പിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടല്ല, അത് ഈശോ തന്നെ നമുക്ക് ഉള്ളിൽ വചനം തരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ജോലിയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു വചനം ഈശോ തന്നെ എനിക്ക് തന്നു. അത് ആ വചനം ഇങ്ങനെയാണ്, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി നേടാൻ ഇടയാക്കി, അവൻ ചെയ്തതൊക്കെ ദൈവം ശുഭമാക്കി. അപ്പോൾ ഈ ഒരു വചനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ വചനം ഏറ്റു പറഞ്ഞപ്പോൾ എനിക്ക് ജോബിലി മേഖലയിലുള്ള ആ തടസ്സം അങ്ങ് മാറിക്കിട്ടി. മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുന്നത്. ശരിക്കും ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവം നമ്മളോട് പറഞ്ഞു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണെന്ന് പറയുന്നത്. എങ്കിലും ചിലപ്പോഴൊക്കെയും ഈ ദൈവസ്നേഹത്തിൽ ഒത്തിരി ആഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു ഇരുട്ട് അല്ലെങ്കിൽ ഒരു ഒരു വരണ്ട ഒരു അനുഭവം നമുക്കുണ്ടാകാം. അപ്പം പോൾസിന് ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട്? അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ചേച്ചി, എന്നോട്ട് കൂട്ടായ്മയിലേക്ക് വന്നോ അത് ആധ്യാത്മിക സുഹൃത്തുക്കൾ ഞാൻ അതിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ കാലക്രമത്തിൽ ദൈവം എനിക്ക് ആത്മീയ സുഹൃത്തുക്കളെയും തന്നു. അതോടൊപ്പം നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലേക്കും കൂടി ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം അതായത് പേര് ചൊല്ലി വിളിച്ച പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്വരം എൻ്റെ ചെവിയിലേക്ക് പറയുകയാണ്, നീ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് പോ എന്നുള്ള സ്വരം എൻ്റെ ചെവിയിൽ ശക്തമായ ഒരു പ്രേരണ എനിക്ക് കിട്ടി. കാലക്രമത്തിൽ എനിക്ക് ദൈവം അതിന് വഴി ഒരുക്കി.
അതായത് എനിക്ക് വേറൊരു ജോലി പിന്നീട് തരികയും മിക്ക ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ആ ആ സ്നേഹം സ്നേഹത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പകർന്നു പകർന്നു കൊടുക്കുവാനും കൊടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവം കൃപ തന്നു. മെറീന, പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയും സ്ത്രീ പുരുഷന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം ഊന്നി പറയുന്നുണ്ട്. ഇനിമേൽ അവർ രണ്ടല്ല, ഒരു ശരീരമാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പോൾസൺ മെറീനയുടെ ഈ കുടുംബ ജീവിതത്തിൽ ഒരു ആത്മീയ സപ്പോർട്ടായിട്ട് തളർന്നു പോകുന്ന അവസ്ഥയിലൊക്കെ പോൾസന്റെ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത്? സപ്പോർട്ട് ശരിക്കും ഉണ്ട്. ഞാൻ കോവിഡ് കാലത്ത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ പാകത്തിനൊരു ഇൻസിഡൻറ്റിൽ പെട്ടായിരുന്നു. അപ്പം അതെനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എന്നെ വിളിച്ച്, ഞാൻ ഇന്ത്യയിലും ചേട്ടായി പിള്ളേരും ഇവിടെയായിരുന്നു, എന്നെ വിളിച്ച് ആ കാര്യം പറഞ്ഞ് എൻ്റെ മനസ്സിലാക്കി തന്ന് അത് ക്ഷമിച്ച് ആ ആളോട് പോയി സംസാരിച്ച് ക്ഷമിച്ച് അതിനുശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. അതിനുള്ള സപ്പോർട്ട് പോൾസൺ തന്നിരുന്നു. അത് എനിക്ക് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ്, ഞാൻ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ നിൽക്കുവാണെങ്കിൽ അത് ചേട്ടായിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ചേട്ടായി ഒന്നിലെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കും എന്നാ പറ്റിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുണ്ടെങ്കിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഫോണിലാണെങ്കിൽ ഫോണിലും വെച്ച് പ്രാർത്ഥിക്കും. അതൊരു വലിയ സപ്പോർട്ട് തന്നെ സപ്പോർട്ടായിരുന്നു. ഈ കുടുംബ ജീവിതത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലുള്ള ആ സ്നേഹമാണ് പുറത്തുള്ളവർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ശുശ്രൂഷ മേഖലയിലാണ്, നിങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ്, രോഗി ശുശ്രൂഷയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവ സാക്ഷ്യം ഉണ്ടോ? നിറഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം രോഗികളിലേക്ക് കൊടുത്ത് അവർക്കൊരു സ്വാന്തനമായി മാറാൻ പറ്റിയതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ പറയാനുണ്ടോ? ഉണ്ട് ചേച്ചി, തീർച്ചയായിട്ടും നിരവധി സംഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് സ്പർശിച്ച ഒരു വചനമാണ് ലൂക്ക 9:1. അത് യേശു 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു, നിങ്ങൾക്ക് പിശാചുകളുടെ അധികാരവും ശക്തിയും തന്നിരിക്കുന്നു, അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താനും. എന്നിട്ട് യേശു ഇങ്ങനെ പറയാണ്, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഞാൻ നിങ്ങളെ അയക്കുന്നു. എനിക്ക് അതിനകത്ത് സ്പർശിച്ച ദൈവരാജ്യം പ്രസംഗിക്കുവാനും പിന്നെ രോഗികളെ സുഖപ്പെടുത്തണം. ഈ അധികാരം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. ഈ വടി നമുക്കെല്ലാവർക്കും, നമ്മളിത് പ്രയോഗിച്ചെങ്കിലേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ അത്ഭുതം കാണാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു. ആ വ്യക്തിയുടെ ശരീരം മൊത്തം ഇങ്ങനെ ഒരു സ്കിൻ ഡിസീസ് വന്നിട്ട് വളരെ വിഷമതയിലായിരുന്നു. അപ്പം ആ വ്യക്തി എന്നെ ഒരു മരുന്ന് എടുത്ത് കാണിച്ചു. അപ്പം എനിക്കറിയാം ഇവിടെ ഈ മരുന്ന് കൂടുതൽ വേറൊരു മരുന്നില്ല. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ്. അറിയാവുന്ന ഒരു വ്യക്തി ആയിരുന്നു? അല്ല. മരുന്ന് കേൾക്കുമ്പോൾ നീ ഇങ്ങനെ പറയണം, ഈശോയെ നീ ജീവിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എൻ്റെ ഈ രോഗം മാറ്റിത്തരണമേ, എങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറിയെന്നാണ്. അപ്പോൾ എനിക്കൊരു സങ്കീർത്തനം 9:10 എന്ന വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു, അങ്ങേ അന്വേഷിച്ചവരെ ആരും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അതായത് ഈശോയുടെ നാമം അവിടെ പറഞ്ഞു കൊടുത്തു പോൾസൺ ആ വ്യക്തിക്ക്, അത് ഈശോയെ അറിയാത്തൊരു വ്യക്തിക്ക് ആ വ്യക്തി അതൊരു വിശ്വാസത്തിലെടുത്തു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അതെ ചേച്ചി, നമ്മളെ അത് ഒരു ഉപകരണമാക്കി മാറ്റി. ദൈവനാമത്തിന് മഹത്വം. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ചെന്നു. അപ്പോൾ പേഷ്യൻ്റ് ക്യാനിലേക്ക് വേദനയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഊരാന്ന് പറഞ്ഞു. ഞാനത് ഊരി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, അതിൻ്റെ ടിപ്പ് അങ്ങനെയാണോ? അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെയാണോ? അപ്പോൾ അവർ അത് കുഴപ്പമില്ലല്ലോ, അതെങ്ങനെയല്ലേ. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഞാനത് കളഞ്ഞില്ല, ഞാനവിടെ മാറ്റി വെച്ചിട്ട് ഞാനൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, അത് കുഴപ്പമില്ലായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലെന്തോ ഒരു പ്രേരണ, അത് കളയണ്ട. അപ്പോൾ ഞാനത് കളഞ്ഞില്ല, അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട ഡോക്ടർ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇത് ഇങ്ങനെ ആയിരുന്നോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല, ഇതിൻ്റെ മിസ്സിങ് പാർട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആ ക്യാനുലയുടെ ഒരു പാർട്ട് വെയിനകത്തിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ
അടുത്ത ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്തു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി പോകുന്ന മെറീനയ്ക്ക് നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ആ തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലേ? അത് കാരണം കളയാതെ വെച്ച് പെട്ടെന്നൊരു ഇൻ്റർവെൻഷനിലോട്ട് പോകാനായിട്ട് ഡോക്ടർ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള ദൈവകൽപ്പന നാം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളെ നാം എങ്ങനെ ബഹുമാനിക്കണമെന്ന് യുക്യാറ്റ് 372 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട സ്ഥിരവും നീതിയുക്തമായ മാതൃക നൽകാൻ വേണ്ടിയിട്ടാണ് മക്കളെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുകയും മാനിക്കുകയും സാധ്യമായതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത്? വിവാഹത്തിന് മുമ്പ് ഞാൻ വചനം കേൾക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ വചനം കേട്ടപ്പോൾ എനിക്കൊരു ഉപവാസത്തെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം കിട്ടി. ഞാൻ ഏകദേശം 8 മാസത്തോളം ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് ഞാൻ വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. എന്നെ സ്പർശിച്ചൊരു വചനമാണ്, യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് യൗവനത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടങ്ങളിൽ വെച്ച് തൻ്റെ ശത്രുക്കളെ നേടുമ്പോൾ അവനെ ലജ്ജിക്കേണ്ടി വരികയില്ല. അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെ വചനം ഞാൻ കേൾക്കാനിടയായി. ആ അച്ഛൻ്റെ ജീവിത അനുഭവം പറയുമായിരുന്നു. ആ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഇളയാളാണ് അപ്പനെ നോക്കുന്നത്. അപ്പം അവധിക്കായിട്ട് അച്ഛൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. അപ്പം ഈ അച്ഛൻ ഈ ഒരു ഷെൽഫ് തള്ളി മറിച്ചിട്ട് അപ്പം ഈ അച്ഛന് ഭയങ്കര പ്രയാസമായി. അപ്പോഴത്തേക്ക് ഈ അനിയൻ ഓടി വന്നിട്ട് ഇനി അനിയൻ വഴക്കൊക്കെ പറയുമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഈ അനിയൻ ഇങ്ങനെ പറയാം, വാടാ മക്കളെ, അനിയൻ്റെ മക്കളെല്ലാം വിളി, വാടാ മക്കളെ, വാ നമുക്ക് അപ്പച്ചൻ ഇതും മറിച്ചിട്ട് നമുക്കിത് നേരെയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, വാർദ്ധക്യകാലത്ത് നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ചൊരു മകനുണ്ട്. ആ മകനെ സ്വീകരിച്ചാലേ ഉള്ളൂ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങൾക്ക് ആവശ്യമായ കെയർ കിട്ടുകയുള്ളെന്ന്. ഇതെന്നെ ആഴത്തിൽ സ്പർശിച്ചു. അതുപോലെ തന്നെ എനിക്ക് ദൈവം മക്കളെ സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ 2 പേരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ വിവാഹം കഴിക്കുമ്പോൾ പെട്ടെന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നത്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്ക് വിവാഹം കഴിച്ച ആ വർഷം തന്നെ, അതും പരിശുദ്ധ അമ്മയുടെ കൊന്തമാസമായ ഒക്ടോബർ മാസത്തിൽ തന്നെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈ 4 മക്കളെയും ആത്മീയതയിൽ നിങ്ങൾ എങ്ങനെയാണ് വളർത്തുന്നത്? ചേച്ചി, ശരിക്കും ഞങ്ങൾക്ക് 4 മക്കളല്ല 5 മക്കളാണ് ഉള്ളത്. 5ാമത്തെ ആൾ മിസ്കാരേജ് ആയിപ്പോയി. ആദ്യം ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ നാളത്തേക്ക് ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവനൊരു പേരിട്ടു. ആദ്യം റൂപ്പസ് എന്നവന് പേരിട്ടു. എന്നിട്ട് അവന് വേണ്ടിയിട്ടൊരു കുർബാന ചൊല്ലിച്ചു. ഞങ്ങൾ 2 പേരും ആ കുർബാനയിൽ പങ്കെടുത്ത് അച്ഛൻ കാസയും പിലാസയും ഉയർത്തിയപ്പോൾ ഞാൻ അവനെ അതിൽ സമർപ്പിച്ച് ഈശോയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞു മധ്യസ്ഥൻ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേച്ചി, ഞങ്ങൾ അതുപോലെ തന്നെ മക്കൾക്കെല്ലാം വചനം വായിക്കുവാനും പഠിപ്പിക്കുവാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ വിധത്തിലും ദൈവഭക്തിയിൽ വളർത്താൻ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. ചേച്ചി, അതുപോലെ ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. വിശുദ്ധരുടെ തിരുനാളുകളിൽ കുട്ടികളെ അതുപോലെ വേഷമിടിയിച്ച് അങ്ങനെയാണ് അവർക്ക് ആ വിശുദ്ധനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ. അപ്പോൾ അതവർക്ക് പെട്ടെന്ന് മനസ്സിലാകാനും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനും സാധിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞങ്ങൾ ചെയ്തത് പീഡാനുഭവവും കുരിശുമരണവും അവരെ കൊണ്ട് ചെയ്യിച്ചു. അപ്പം എൻ്റെ മൂത്ത മോൻ എന്നോട് ചോദിക്കുകയാണ്, ഇവർ 4 പേരല്ലേ ഉള്ളൂ, ഇപ്പോൾ 2 പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും നന്നാക്കാമായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. നല്ലൊരു ആശയമാണ്. ഇപ്പോൾ പിള്ളേരെല്ലാവരും ഈ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് പിള്ളേരെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ അവർക്കൊരു മാതൃകയാവുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ എന്ന് ഓർക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, 4 മക്കളെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും പരിഹാസങ്ങളോ അല്ലെങ്കിൽ കുത്തുവാക്കുകളോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടോ? ചേച്ചി, തീർച്ചയായിട്ടും മാനുഷികമായി ചിന്തിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. തീയിലേക്ക് ഇറങ്ങിയാലേ ഉള്ളൂ ദൂതൻ വരുള്ളൂ.
അപ്പോൾ ഞങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടായിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. ഓരോ സമയത്തും തൻ്റെ ദൂതനെ അയച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം എല്ലാവരും പൊതുവെ ചിന്തിക്കുന്നത് ഫിനാൻഷ്യലായിട്ട് പ്രയാസങ്ങളുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് 4ാമത്തെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനായപ്പം ആ തക്ക സമയത്ത് എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു ദൈവം. അപ്പം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യനിൽ ആശ്രയിക്കുന്ന കൂടുതലായി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ശരണപ്പെടുന്നു. പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ആ ദൈവസ്നേഹത്തിൽ നിന്ന് വന്ന ഒരു ദൈവസ്നേഹം നിങ്ങളിൽ, അതായത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ പരസ്പരം തിരുത്താനും പരസ്പരം ഒരു ഐക്യപ്പെടുവാനുമുള്ള ഒരു സ്നേഹത്തിൽ നിങ്ങൾ ഒന്നായി നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ആ സ്നേഹം മക്കളിലോട്ട് പങ്കുവച്ചു കൊടുത്ത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് നിങ്ങളൊരു മാതൃകയാവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു നല്ല കുടുംബമായിട്ട്, ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊരു കുടുംബം നമ്മുടെ അനേക ആളുകളിൽ നിന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുവാനും ഈശോയോടൊപ്പം ആയിരിക്കുവാനും സമയമില്ലെന്ന് പരാതിപ്പെടുന്ന ഈ ലോകത്ത് തങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഈശോയോട് സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലുമുള്ള ദൈവിക ഇടപെടലുകൾ കണ്ടെത്തുന്ന കുടുംബം, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അനുദിനം അടുത്തുകൊണ്ടിരിക്കുന്ന ഇവർ ആധുനിക യുഗത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഓരോ കുടുംബവും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലും പരസ്പര സ്നേഹത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മാനുഷികവും ആത്മീയവുമായ വളർച്ചയുടെ പാഠശാലകളായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.